പശ്ചിമേഷ്യയിൽ സമാധാനമില്ലായ്മ തുടരുകയാണ്. യുദ്ധസമാനമെന്നല്ല, യുദ്ധം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ. ഇന്നലെ രാത്രിയും ഇസ്രായേലിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ലോക്ക്ഡൗൺ സമാനമായ സാഹചര്യമാണ്. ജനങ്ങളോട് ബങ്കറുകൾ വിട്ട് പുറത്തിറങ്ങരുത് എന്ന് ഇസ്രായേലി ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. മരണം 6 കവിഞ്ഞു എന്നും നിരവധി ജനവാസ മേഖലകളിൽ മിസൈലുകൾ വീണു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സമാനമായി തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമാക്കിയുള്ള വലിയ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നേരത്തെ സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളുമാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ തന്ത്രപ്രധാനമായ എണ്ണപ്പാടങ്ങൾ, നമുക്കറിയാം ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം, വരുമാന മാർഗമൊക്കെ എണ്ണപ്പാടങ്ങളാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ഇന്ത്യയിലേക്കടക്കം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഇറാൻ. അത് തകർക്കുക എന്നാൽ ഇറാന്റെ നട്ടലൊടിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. എന്നാൽ ഈ യുദ്ധം അവസാനിക്കില്ല. സമാധാന ശ്രമങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട് റഷ്യൻ പ്രസിഡന്റ് മുൻകൈ എടുക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും അത് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. യുദ്ധം അത് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ തീവ്രതയിൽ തുടരുകയും ചെയ്യുന്നു.